ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ്. നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈ പ്രോട്ടീനും വിറ്റാമിനും അടങ്ങിയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് വേഗം തന്നെ നോക്കിയിട്ടും വരാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തു സ്റ്റവിൽ. എന്നിട്ട് ചട്ടിയിലോട്ടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ടേക്ക് നമ്മളുടെ ഉലുവച്ചീര, അപ്പോൾ ഉലുവച്ചീരൻ്റെ തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഉലുവച്ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ഉലുവച്ചീരയാണിത്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടിയിലോട്ടേക്ക് ഉലുവച്ചീര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ്സോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ അത് നല്ലതുപോലെ വെന്ത് വന്നോളും. അപ്പോൾ ഉലുവച്ചീരയിൽ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഹൈ പ്രോട്ടീനാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കാം. അതേപോലെ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല, ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഉലുവച്ചീര തോരൻ വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് അതിലോട്ടേക്ക് മുട്ട ചീക്കി കൊടുക്കാം കേട്ടോ. എന്തായാലും പോലും രണ്ടും ഹൈ വിറ്റാമിനും പ്രോട്ടീനുമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെച്ചാലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി വന്നിട്ട്. അപ്പോൾ 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് എന്താ പറയുക, വലിയ സുഖമില്ലായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ വേറെയും ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചീരയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് തേങ്ങ, പിന്നെ ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ആസ് യൂഷ്വൽ കായപ്പൊടി എല്ലാം കൂടി ഇട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് ഈ ഉലുവച്ചീരയിലോട്ടേക്ക് നമ്മളത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് അതിൻ്റെ ഫ്ലേവേഴ്സ്, നമ്മുടെ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നമ്മുടെ ചീരയിലോട്ടേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1 മിനിറ്റോളം നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇറങ്ങി വരുള്ളൂ. പിന്നെ ആ തേങ്ങേൻ്റെ ആണെങ്കിൽ പോലും ഒരു പച്ചമണം ഒന്ന് മാറി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരണം എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ നിങ്ങൾ പറയുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉലുവച്ചീര തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിലോട്ടേക്ക് മുട്ട വേണമെച്ചാൽ ചേർത്ത് കൊടുക്കാം. കുഞ്ഞിക്കുട്ടികൾക്കെല്ലാം ഉലുവച്ചീരൻ്റെ തോരൻ ഇഷ്ടപ്പെടണം എന്നില്ല. ആദ്യമായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ മുട്ട എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അതിലോട്ടേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഡബിൾ ബെനിഫിറ്റാണ് നമുക്ക്. ഒന്നാമത് ഉലുവച്ചീരേൻ്റെ വിറ്റാമിനും പ്രോട്ടീനും കിട്ടും. പിന്നെ നമുക്ക് അതിലോട്ടേക്ക് മുട്ടേൻ്റെ പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ അതും കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെച്ചാൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്. ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഹെൽത്തി റെസിപ്പിയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഹെൽത്തി റെസിപ്പി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. സോ ബൈ ഫ്രം പൊന്നൂസ് ഡ്രീം വേൾഡ്. ടാറ്റ ബൈ ബൈ.